എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെത്ത് ഈസ് ഇന്നെവിറ്റബിൾ, പ്രിപ്പയർ ഫോർ ഇറ്റ്. വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് മരണം എന്ന് പറയുന്നത് അനിവാര്യമാണ്. ജനിച്ചിട്ടുള്ള എല്ലാവരും ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, മരണം എന്ന് പറയുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമില്ല. എന്തായാലും നമ്മൾ നാളെ ഒരു കാലത്ത് മരിച്ചെന്ന് വരും, ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം എന്തുകൊണ്ട് അതിന് വേണ്ട തയ്യാറെടുപ്പ് എടുത്തുകൂടാ? തയ്യാറെടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ള ആ ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ നല്ല നല്ല എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര കാലം കൂടുതൽ ജീവിച്ചാലും എത്ര കാലം നമ്മൾ കുറച്ച് ജീവിച്ചാലും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഈ സമൂഹത്തിന് കൊണ്ടുവരാൻ സാധിക്കും, ഇല്ലേ? പല ആളുകൾ പറയാറുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വെറുതെയാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ആർക്കും പ്രയോജനം, അപ്പം ഞാൻ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ആദ്യം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോടാണ്, നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾ. അതേപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ സമൂഹത്തിലുള്ള പല ആളുകൾ, നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത പല ആളുകളും നമ്മുടെ ജീവിതത്തിന് ശരിക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത തലമുറയിലേക്ക് നമുക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് ചാണക്യനെ കുറിച്ച് തന്നെയാണ്. ചാണക്യൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പല പല കാര്യങ്ങളും പല രാജാക്കന്മാർക്കും വേണ്ടിയിട്ടും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലത്തിന് ശേഷം മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ജീവിക്കുന്നു എന്നുള്ളൊരു വലിയൊരു സത്യമല്ലേ. അതുകൊണ്ട് തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതും നിങ്ങളിത് കേൾക്കുന്നതും. അപ്പം ഇതേപോലെ എല്ലാവരും പുസ്തകം എഴുതണം എന്ന് പറയുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമൂഹം നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിനും തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സമയം വളരെ കുറവാണ്, മരണം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. സോ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ പരമാവധി ഈ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു.